ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ന്യൂയോർക്ക് ടൈം ബെസ്റ്റ് സെല്ലേഴ്സ് ആയ 2 പുസ്തകങ്ങളുടെ കോർ പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന് റിച്ച് ഡാഡ് പുവർ ഡാഡ്, 2 ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. നമ്മുടെ കൈകളിൽ എങ്ങനെ പണം എത്തുന്നു, ആ പണം എങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നതിന്റെ വിശദ വിവരങ്ങളാണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മളോടും പണത്തോടും ലോകത്തോടും ഉള്ള കാഴ്ചപ്പാട് മാറിയിരിക്കും. ഓക്കെ, നമുക്ക് എന്താണ് ആ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. ലോക ജനസംഖ്യ അപ്രോക്സിമേറ്റ്ലി 8 ബില്യൺ കടന്നിരിക്കുന്നു. അതിൽ പണം എത്തുന്നവരുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 തരത്തിലാണ് അവർക്ക് പണം കൈകളിലേക്ക് എത്തുന്നത്. ആ 4 തരം ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആ 4 കാറ്റഗറിയാണ് ഇവിടെ 4 കോളങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. എസ്, ഇ, ബി, ഐ. ഇവ എന്താണ് മീൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ 4 കോളങ്ങളിലും ഓരോ സിസ്റ്റം വഴിയാണ് അവരുടെ കൈകളിൽ പണം എത്തുന്നത്. ഇ, എംപ്ലോയി, തൊഴിൽ ചെയ്യുന്നവർ. എസ്, സ്മോൾ ബിസിനസ്, ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർ. ബിഗ് ബിസിനസ്, വലിയ ബിസിനസ് ചെയ്യുന്നവർ. ഇൻവെസ്റ്റർ, എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. അപ്പൊ ഈ 4 കോളങ്ങൾ മീൻ ചെയ്യുന്നത് 4 സിസ്റ്റത്തെയാണ്. തൊഴിൽ ചെയ്യുന്നവർ, തൊഴിൽ കണ്ടെത്തുന്നവർ, തൊഴിൽ നൽകുന്നവർ, എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. നമുക്കിനി ഈ 4 കോളങ്ങളിലുള്ളവരുടെ എക്സാമ്പിൾ നോക്കാം. എംപ്ലോയി, ഡോക്ടർ, എഞ്ചിനീയർ, ഗവൺമെന്റ് എംപ്ലോയീസ്, കാർപ്പന്റർ, തൊഴിലുകൾ ചെയ്യുന്നവർ. അതാണ് എംപ്ലോയി കോളത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്മോൾ ബിസിനസ്, ബേക്കറി, ഹോട്ടൽ, ഷോപ്സ്, ഫാമിംഗ്, ടെക്സ്റ്റൈൽസ്. അപ്പോ ഇതൊക്കെയാണ് സ്മോൾ ബിസിനസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സ്വന്തമായിട്ട് ഫാം നടത്തുന്നവരുണ്ടാവാം, ചെറിയ ഷോപ്പുകൾ വെച്ചിട്ടുള്ളവരുണ്ടാവാം, ചെറിയ ബേക്കറി, ഹോട്ടൽ, ഇങ്ങനെയൊക്കെ നടത്തുന്നവരാണ് സ്മോൾ ബിസിനസ് കാറ്റഗറിയിലുള്ളത്. ബിഗ് ബിസിനസ് ഈ കോളത്തിനകത്തുള്ളത് നിരന്തരം മനുഷ്യർക്ക് ആവശ്യമുള്ള സർവീസുകളാണ്. ഓട്ടോമൊബൈൽ, IT, ഫാർമസ്യൂട്ടിക്കൽ, ലോജിസ്റ്റിക്സ്, ബാങ്കിങ്, ഇത്തരത്തിലുള്ള വലിയ കമ്പനികളാണ് ബിഗ് ബിസിനസ്സിനകത്തുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ HDFC ബാങ്ക്, അദാനി പോർട്സ്, ടാറ്റ പവർ, MRF, ഗൂഗിൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെയാണ് ബിഗ് ബിസിനസ്. അടുത്ത കോളമാണ് ഐ സ്റ്റാൻഡ് ബൈ ഇൻവെസ്റ്റർ, എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്സ്, അതായത് നമ്മൾ ബിഗ് ബിസിനസ്സിനകത്തുള്ള കമ്പനികളാണ് സ്റ്റോക്കുകൾ. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ പബ്ലിക് ചെയ്തിട്ടുണ്ട്, അതാണ് സ്റ്റോക്സ്, ബോണ്ട്, ഫ്യൂച്ചർ കോൺട്രാക്ട്, ഓപ്ഷൻ കോൺട്രാക്ട്, റിയൽ എസ്റ്റേറ്റ്, ഹൗസ് റെന്റൽ, ഇതിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഇൻവെസ്റ്റർ. അപ്പം ആ തരത്തിലാണ് അവരെ കയ്യിൽ പണം എത്തുന്നത്. അപ്പം പണത്തെക്കുറിച്ചുള്ള 4 സിസ്റ്റങ്ങൾ പറഞ്ഞു. 1 തൊഴിൽ ചെയ്യുന്നവർ, 2 സ്മോൾ ബിസിനസ് ചെയ്യുന്നവർ, 3 ബിഗ് ബിസിനസ് ചെയ്യുന്നവർ, 4 ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഈ 4 കോളത്തിലുള്ളവർ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എംപ്ലോയി, തൊഴിൽ ചെയ്യുന്നവർ. അത് കൂടുതലും ഈ ബിഗ് ബിസിനസ് പോലുള്ള ബിസിനസ്സുകൾക്ക് വേണ്ടിയായിരിക്കും മെജോറിറ്റി പണിയെടുക്കുന്നത്. അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്നവരുണ്ടാവും. കുറച്ച് പേര് ഈ സ്മോൾ ബിസിനസ്സിന് വേണ്ടി പണിയെടുക്കുന്നവരുണ്ടാവും. അപ്പൊ അതാണ് എംപ്ലോയി കോളത്തിനകത്തുള്ളത്. അവർ പണിയെടുക്കുന്നത് മറ്റ് സിസ്റ്റങ്ങൾക്ക് വേണ്ടിയാണ്. അടുത്തത് സ്മോൾ ബിസിനസ്. ഇവര് മേജറായിട്ട് ബിഗ് ബിസിനസിന് വേണ്ടിയിട്ടും അവരുടെ സ്വന്തം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയും പണിയെടുക്കുന്നവരാണ് ഇവർ. ഇപ്പോ ഒറ്റയ്ക്ക് നടത്തുന്ന ഷോപ്പാണെങ്കിൽ ഇതും ഒരു എംപ്ലോയി സിസ്റ്റത്തിന് സെയിം ആണ്. കുറച്ച് വലുതായിട്ടുള്ള സ്മോൾ ബിസിനസ് ആണെങ്കിൽ അവർ ബിഗ് ബിസിനസിന് വേണ്ടിയും അവരെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുമാണ് ഈ കോളത്തിലുള്ളവർ പണിയെടുക്കുന്നത്. ഇവിടെ സ്മോൾ ബിസിനസ് കാറ്റഗറിയിൽ എത്രത്തോളം പണിയെടുക്കുന്നോ അത്രത്തോളം റിട്ടേൺ അവർക്ക് അതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അത് ലിമിറ്റഡ് ആണ്. ഇവർ എത്രത്തോളം വളരുന്നോ അതിനനുസരിച്ച് ബിഗ് ബിസിനസ്സും വളരും. അതാണ് സ്മോൾ ബിസിനസ്. ഇപ്പൊ സ്മോൾ ബിസിനസ്സിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ അവിടെ കുറച്ച് ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, അതാണ് അവിടുത്തെ തൊഴിലാളികൾ. അവിടെ വിൽക്കുന്ന പ്രോഡക്ട്സ് എല്ലാം ബിഗ് ബിസിനസ് പോലത്തുള്ള വലിയ സിസ്റ്റംസ് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ് അവിടെ വിൽക്കുന്നത്. അപ്പം എത്രത്തോളം പ്രോഡക്ട്സിന്റെ സെയിൽ നടക്കുന്നോ അതിനനുസരിച്ച് ബിഗ് ബിസിനസ്സിന് ലാഭം കിട്ടും. അതനുസരിച്ച് ആ ബിസിനസ് നടത്തുന്ന ഉടമയ്ക്കും മാർജിനൽ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ അതാണ് സ്മോൾ ബിസിനസ്. ഇനി നമ്മൾ നോക്കാൻ പോണത് ബിഗ് ബിസിനസ്. അവർക്ക് ഒരു സിസ്റ്റമാണ് റിട്ടേൺ കൊടുക്കുന്നത്. അവരൊരു സിസ്റ്റത്തിന് വേണ്ടി ആദ്യം എഫേർട്ട് എടുക്കും, പിന്നെ അവർക്ക് എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല. അതാണ് ഒരു ബിഗ് ബിസിനസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നമുക്ക് എടുക്കാം. സിപ്ല മരുന്ന് ഉണ്ടാക്കാൻ ഒരു സിസ്റ്റം ഉണ്ട്, അത് കൊണ്ടെത്തിക്കാൻ ഒരു സിസ്റ്റം ഉണ്ട്, ആ പണം കളക്ട് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് ഒരു റണ്ണിങ് സിസ്റ്റം. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് എംപ്ലോയി കോളത്തിനകത്തുള്ളത്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓടിക്കാനും കൊണ്ടെത്തിക്കാനും അതൊക്കെയാണ് അതിനകത്തുള്ള തൊഴിൽ മേഖലകൾ. ആ മരുന്ന് ഉണ്ടാക്കാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട്, അതാണ് ആ തൊഴിൽ മേഖല. അപ്പം അങ്ങനെയുള്ള സിസ്റ്റംസ് അവർ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് അവരുടെ റിട്ടേൺ. അടുത്ത കോളം
ഇൻവെസ്റ്റർ. ഈ കോളത്തിലുള്ളവർ മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ബിഗ് ബിസിനസ്സിലോട്ടാണ് മെജോറിറ്റി ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിലോട്ട് മാത്രമല്ല ബോണ്ട്, ഫ്യൂച്ചർ ഓപ്ഷൻ, റിയൽ എസ്റ്റേറ്റ്, ഹൗസ് റെന്റൽ, അല്ലാതെ പുറത്തുള്ള ഇൻവെസ്റ്റ്മെന്റ്. അവർക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് റിട്ടേൺ കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഇവരെ പണമാണ് ഇവർക്ക് റിട്ടേൺ കൊണ്ടെത്തിക്കുന്നത്. അതായത് ഇവരെ പണമാണ് ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്നത്. നമ്മൾ ആദ്യം നോക്കിയതുപോലെ റിച്ച് ഡോണ്ട് വർക്ക് ഫോർ മണി, മണി വർക്ക് ഫോർ ദം. ആ കോളം കറക്റ്റ് ആയിട്ട് ആപ്ലിക്കബിൾ ആണ് ഈ കോളത്തിലുള്ളവർക്കാണ്. അതായത് ഇവർ ആദ്യം കുറച്ച് എഫേർട്ട് എടുക്കും, ഇവർ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പണമാണ് ഇവർക്ക് പണം എത്തിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇൻവെസ്റ്റർ കോളം. ഈ വലത് സൈഡുള്ള കോളങ്ങളിൽ, അതായത് എംപ്ലോയി, സ്മോൾ ബിസിനസ് കോളങ്ങളിലുള്ളവർക്ക് റിസോഴ്സ് ലിമിറ്റഡ് ആണ്. ഇപ്പൊ ഒരു ഹൈ പെയ്ഡ് സാലറി വാങ്ങുന്ന ഒരാൾ അവർ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള റിട്ടേണേ അവർക്ക് അതിനകത്തുനിന്ന് കിട്ടുള്ളൂ. അത് സെയിം ആണ് സ്മോൾ ബിസിനസ് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും സ്മോൾ ബിസിനസ് കാറ്റഗറിയിലുള്ളവർക്ക് ബിഗ് ബിസിനസ്സിലോട്ട് എത്താം. എന്നാലും അത് റെയർ കേസാണ്. പക്ഷേ ഇടത് സൈഡ് കോളങ്ങളിൽ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി മൾട്ടിപ്പിൾസ് ആണ് ഇപ്പുറത്തെ റിട്ടേൺ. ഇപ്പൊ നമ്മൾ ഇപ്പുറത്തെ കോളത്തിലുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ കോളങ്ങളിൽ നിന്ന് അടുത്ത കോളങ്ങളിലേക്ക് മാറാൻ സാധിക്കൂ. ഇനി നമ്മൾ നോക്കുന്നത് ഈ 4 കോളത്തിലും സമ്പാദിക്കുന്ന അളവിൽ ധനികർ, അതിധനികർ, അതൊക്കെ ഏതൊക്കെ കോളത്തിലാണ് ഉള്ളതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. എംപ്ലോയി, സ്മോൾ ബിസിനസ് കോളത്തിനകത്തുള്ളത്, ധനികർ ഉൾപ്പെട്ടിട്ടുള്ളത് ആ കോളത്തിനകത്താണ്. അതിനകത്ത് ധനികരുണ്ട്, ദരിദ്രരുണ്ട്. ഇടത്ത് സൈഡുള്ള കോളങ്ങളിൽ, അതായത് ബിഗ് ബിസിനസ് ഇൻവെസ്റ്റർ കോളം, ഇതിനകത്താണ് അതിധനികർ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിലും അതിധനികരിലും അതിധനികർ ഉൾപ്പെട്ടിട്ടുള്ളത് ബിസിനസ്സും ഇൻവെസ്റ്റും. ഈ 2 കോളങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണവരാണ് ലോകത്തുള്ള ഏറ്റവും അതിധനികർ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ, എലോൺ മാസ്ക്, വാരൻ ബഫറ്റ്, ഇത്തരത്തിലുള്ളവരാണ് അതിനകത്തുള്ളത്. ഇപ്പൊ 4 കോളങ്ങൾ നമ്മൾ നോക്കി, അതിനകത്തുള്ള എക്സാമ്പിളുകൾ നമ്മൾ നോക്കി, ആർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്ന് നോക്കി. നമുക്കിനി ഓരോ ഇൻഡിവിജ്വൽ സിസ്റ്റം, അതായത് ഓരോ സിസ്റ്റങ്ങളും ട്രയാങ്കുലർ സിസ്റ്റമാണ്. അപ്പൊ ഓരോ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എംപ്ലോയി സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിനുമ്പ് ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 3 സൈഡ് കാണും. അതാണ് ഒരു സിസ്റ്റം. അതായത് ഇപ്പൊ ഇതിനകത്ത് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ സിസ്റ്റം ആണ്. ആസ് എ ടൈം, മണി, ടൈം സിസ്റ്റം ആണ് എംപ്ലോയി സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതായത് ഗീവ് ടൈം, നമ്മൾ സമയം കൊടുക്കുന്നു, ടൈമും എഫേർട്ടും കൊടുക്കുന്നു, കോമ്പൻസേഷൻ സാലറി ആയിട്ട് നമ്മൾ റിട്ടേൺ വാങ്ങുന്നു. ടേക്ക് റെസ്റ്റ്, 24 hours ഉണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തുന്നു, അതിൽ നിന്ന് പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള റിവാർഡ് വാങ്ങുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ടേക്ക് റെസ്റ്റ് എടുക്കുന്നു. ഇതാണ് ഒരു എംപ്ലോയി സിസ്റ്റം. ഒരു സ്മോൾ ബിസിനസിന്റെ ട്രയാങ്കിൾ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എംപ്ലോയിക്ക് സെയിം ആണ്, സെയിം അല്ലെങ്കിലും സെയിം പോലെയാണ്. അതായത് നമ്മൾ സമയം കൊടുക്കുന്നു, ഇൻവെസ്റ്റ്മെന്റിലോട്ട് വർക്കും എഫേർട്ടും കൊടുക്കുന്നു, പ്രോഡക്റ്റും സർവീസും വാല്യൂഷൻ കൂട്ടുന്നു, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഒരു സ്മോൾ ബിസിനസ് സിസ്റ്റം. ഒരു ബിഗ് ബിസിനസിന്റെ ട്രയാങ്കിൾ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ, സിസ്റ്റം, ജനറേറ്റ് ഇൻകം. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നു, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ അതാണ് ഒരു ബിഗ് ബിസിനസ് സിസ്റ്റം. ഒരു ഇൻവെസ്റ്ററിന്റെ ട്രയാങ്കുലർ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പണം, ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യുന്നു, റിസ്ക് മാനേജ് ചെയ്യുന്നു, ആ പണത്തിന് പുറത്ത് നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു. അതാണ് ഒരു ഇൻവെസ്റ്റർ സിസ്റ്റം. പണം എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ എത്തുന്നതെന്ന് നമ്മൾ നോക്കി. ഇനി എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പണം പുറത്തേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മണി ഔട്ട്ഫ്ലോ സിസ്റ്റം. ഇവിടെ ഞാനൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്ലാക്ക് കളർ ആരോ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് പണം എങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഒന്ന്, സ്മോൾ ബിസിനസ്സിലോട്ട് കുറച്ച് പോകും. അതായത് നമ്മളെ നിത്യജീവിതത്തിന് വേണ്ടി ചെലവാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് സർവീസും പ്രോഡക്ട്സും കിട്ടുന്നത് സ്മോൾ ബിസിനസ് പോലത്തെ കാറ്റഗറിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, മെഡിസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒന്ന്, എംപ്ലോയി ചെലവാക്കുന്ന ഒരു ഭാഗം സ്മോൾ ബിസിനസ്സുകാരന്റെ കയ്യിലെത്തും. ബാക്കി ബാങ്കിന്റെ കയ്യിൽ കുറച്ച് ഡെപ്പോസിറ്റ് ആയിട്ടും ലോൺ ആയിട്ടും ബാങ്കിന് കുറച്ച് കാശ് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എത്തും. ബാക്കിയുള്ളത് ടാക്സ് ആയിട്ട് ടാക്സ് സിസ്റ്റം നമ്മളെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കും. ഇപ്പം മണി ഔട്ട്ഫ്ലോ നമ്മളെ കയ്യിൽ നിന്ന് പോണത് ഇങ്ങനെയാണ്. അടുത്തത് സ്മോൾ ബിസിനസ് കാറ്റഗറി. അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പണം പുറത്തോട്ട് ഒഴുകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സ്മോൾ ബിസിനസ് നടത്താനായിട്ട് പ്രോഡക്ട്സോ സർവീസിനോ ആവശ്യമായിട്ട് ബിഗ് ബിസിനസിന്റെ സബ് പാർട്ടിക്കിൾ ആയിട്ടായിരിക്കും കൂടുതലും സ്മോൾ ബിസിനസ് പ്രവർത്തിക്കുന്നത്. അപ്പം ഒരു പാർട്ട് ബിഗ് ബിസിനസ്സിലോട്ട് പോകും. ബാക്കി സ്മോൾ ബിസിനസ് ഇപ്പോൾ ഒറ്റയ്ക്ക് നടത്തുകയാണെങ്കിൽ എംപ്ലോയി കാണില്ല. കുറച്ചുകൂടെ ഡെവലപ്പായ സ്മോൾ ബിസിനസ് ആണെങ്കിൽ എംപ്ലോയിക്ക് 1% എംപ്ലോയിക്ക് പോകും. ബാക്കി ലോണോ സേവിങ്സോ ഉണ്ടെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ കുറച്ച് ശതമാനം എത്തും. ബാക്കി ടാക്സ് ആയിട്ട് പിരിച്ചെടുക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്മോൾ ബിസിനസ് കാറ്റഗറിയിൽ നിന്ന് പണം പുറത്തോട്ട് പോകുന്നത്. അടുത്ത കോളം ബിഗ് ബിസിനസ്. ബിഗ് ബിസിനസ് വലിയ ലേബർ സപ്ലൈ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ലേബർ സപ്ലൈ, അതായത് എംപ്ലോയീസിന്
അവരെ ഇൻകത്തിന്റെ കുറച്ച് പെർസെന്റേജ് അതിലോട്ട് പോകും, ബാക്കി ബാങ്കിലോട്ട് പോകും. ബാക്കി അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറും സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും അവർ ഇൻവെസ്റ്റ്മെന്റ്സ് അവരെ ഫ്യൂച്ചർ ഗ്രോത്തിനും വേണ്ടിയിട്ട് ചെലവഴിക്കും. ബാക്കി ടാക്സ് ആയിട്ട് പിരിച്ചെടുക്കും. അതാണ് ഒരു ബിഗ് ബിസിനസിന്റെ ഔട്ട്ഫ്ലോ സിസ്റ്റം. അടുത്ത കോളം ഇൻവെസ്റ്റർ. അപ്പൊ ഇൻവെസ്റ്റർ കോളത്തിൽ നിന്ന് എങ്ങനെയാണ് പണം പുറത്തോട്ട് പോകുന്നതെന്നാണ് ഡയഗ്രാമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ബിഗ് ബിസിനസ്സിലോട്ടും ഇൻഡിവിജ്വൽസിലോട്ടും സ്മോൾ ബിസിനസ്സിലോട്ടും പണം പുറത്തോട്ട് പോകുന്ന ബാങ്കിങ് സിസ്റ്റം വഴിയാണ്. ബാങ്കിങ് സിസ്റ്റം ഒരേ സമയത്ത് ബിഗ് ബിസിനസ്സുമാണ് ഇൻവെസ്റ്റർ കാറ്റഗറിയാണ്. അതായത് ഒരേ സമയത്ത് ഇൻവെസ്റ്ററുമാണ് ബിഗ് ബിസിനസ്സുമാണ് ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റം ഒരു ബാങ്ക് ചെയ്യുന്ന പണി ജോലികൾ എന്താണെന്നോ ഒരു ബാങ്ക് ചെയ്യുന്ന ജോലികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹോം ലോൺ, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, ഇങ്ങനത്തെ ലോൺ, അതായത് പണം ലെൻഡിങ്, കണത്തിൽ കൊടുക്കുക, എന്നിട്ട് പലിശ വാങ്ങുക. അതായത് പലിശയ്ക്ക് കൊടുത്തിട്ട് ആ പണത്തിന് പുറത്തുള്ള പണം വാങ്ങുക. പിന്നെ ഡെപ്പോസിറ്റ് വാങ്ങുക. പിന്നെ ബ്രോക്കേജ് ഫാം, അതായത് നമ്മൾ ഇതേപോലത്തെ സ്റ്റോക്ക്, ബോണ്ട്, ഓപ്ഷൻ, ഡെറിവേറ്റീവ്സ് ഇതൊക്കെ ട്രേഡ് ചെയ്യാനുള്ള ബ്രോക്കേജ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേജർ ആയിട്ടുള്ളത് ബാങ്കുകളാണ്. പിന്നെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് ബാങ്ക് ചെയ്യുന്ന വേറെ മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റോക്ക്, ബോണ്ട്, ഫ്യൂച്ചർ കോൺട്രാക്ട്, ഓപ്ഷൻ കോൺട്രാക്ട്, റിയൽ എസ്റ്റേറ്റ് ഇതേപോലത്തെ ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്തുള്ള ഓപ്ഷനിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന എന്നാണ് നമ്മൾ ഈ ചാനൽ വഴി പഠിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് നോക്കാം. അപ്പൊ അതാണ് ഇൻവെസ്റ്റർ കോളത്തിൽ നിന്നുള്ള മണി ഔട്ട്ഫ്ലോ. എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പണം എത്തുന്നത്, അതെങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നത് എന്നൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കോളം ചേഞ്ച് ചെയ്യണമെങ്കിൽ, നമുക്ക് അല്ലെങ്കിൽ ഒരേ കോളത്തിൽ നിന്ന് തന്നെ വേറെ കോളങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിപ്പോ ഏത് കോളത്തിലാണ് നിങ്ങളെന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ കോളങ്ങളിൽ നിന്ന് മറ്റു കോളങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ നിലവിൽ ചെയ്യണ കാര്യങ്ങൾ മാറ്റി പുതിയ കാര്യങ്ങൾ ചെയ്യണം. എന്നാലേ പുതിയ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ റിസൾട്ട് മാത്രമേ കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. നിങ്ങൾ ഇൻവെസ്റ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അത് പുതിയൊരു ഇൻകം സോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഇൻകം കൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ കുറച്ച് സമയം കണ്ടെത്തി അതിനെക്കുറിച്ച് ഒരു ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാക്കണം. അത്തരം കാര്യങ്ങളാണ് ഈ ചാനൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓപ്ഷനിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഈ ചാനലിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് കാണുക. നമുക്ക് പുതിയൊരു കാര്യം പഠിക്കണമെങ്കിൽ നമ്മളിപ്പോൾ സ്കൂൾ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ആവണമെങ്കിൽ എഞ്ചിനീയർ ആകാൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ സമയവും പൈസയും ചെലവാക്കി കഴിഞ്ഞാൽ ആ സമയം കഴിയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പാകപ്പെട്ട് എഞ്ചിനീയർ ആകും. ഒരു MBBS ഡോക്ടർ ആവണമെങ്കിൽ ഒരു മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് സമയവും പൈസയും ചെലവാക്കി നിങ്ങൾ അതിനനുസരിച്ച് പാകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തൊഴിൽ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റർ ആവണമെങ്കിൽ അതിന്റെ ബേസിക് കാര്യങ്ങളും സമയവും പൈസയും ചെലവാക്കി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇൻവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ചാനൽ വഴി ഷെയർ ചെയ്യുന്നത്. എക്കണോമിക്സ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മൈക്രോ എക്കണോമിക്സ്, വേറൊന്ന് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സ്, ഓപ്ഷൻ കോൺട്രാക്ട്, ഫീച്ചർ കോൺട്രാക്ട്, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ എൻറ്റിറ്റിയുടെ സപ്ലൈ, ഡിമാൻഡ്, പ്രൈസിങ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ വൈഡ് ആയിട്ടുള്ളതാണ്. ഇന്ത്യ മൊത്തത്തിലുള്ള ഇന്ത്യ വിക്സ്, GDP ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഓപ്ഷനിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെന്ന് നമ്മൾ പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ കുറച്ച് ഭാഗത്തുള്ള പ്രൈസിങ്, അതിന്റെ സപ്ലൈ, ഡിമാൻഡ്, സ്റ്റോക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്ലൈഡ് ഉൾപ്പെടുത്തി തന്നിട്ടുള്ളൂ. ഒരു നല്ല ഇൻവെസ്റ്റർ ആണെങ്കിൽ മാർക്കറ്റിന്റെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും പണം സമ്പാദിക്കാൻ പഠിച്ചിരിക്കും. ഇത് വായിച്ച പുസ്തകത്തിനകത്തുള്ള ഒരു ലെസൺ ആണ് ഇതും. ഇപ്പോ മാർക്കറ്റിലെ എല്ലാ സാഹചര്യങ്ങളിലും എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നു എന്നതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഡിഫറെന്റ് മാർക്കറ്റ് കണ്ടീഷൻസ്, അതായത് ഒരു മാർക്കറ്റ് മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതായത് മുകളിലോട്ടുള്ള നീക്കം ബുള്ളിഷ്, അല്ലെങ്കിൽ താഴോട്ടുള്ള നീക്കം ബിയറിഷ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് മാർക്കറ്റ്. അതായത് ഒരു റേഞ്ച് മോണിനകത്ത് പ്രൈസ് നിന്നിട്ട് നീങ്ങുന്ന അവസ്ഥ. അപ്പൊ ഈ 3 അവസരങ്ങളിലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് കോൾ ഓപ്ഷനുകൾ.
മാർക്കറ്റിന്റെ മുകളിലോട്ടുള്ള നീക്കത്തിൽ നിന്ന് കോൾ ഓപ്ഷനുകൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. അതേപോലെ മാർക്കറ്റ് താഴോട്ടുള്ള നീക്കം, ആ നീക്കത്തിൽ നിങ്ങൾക്ക് പുട്ട് ഓപ്ഷനുകൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ആ താഴോട്ടുള്ള നീക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ മാർക്കറ്റ് ഫ്ലാറ്റ് മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നില്ല, ഒരു പ്രൈസ് പോയിന്റിനോട്ട് അപ്പ് ആൻഡ് ഡൗൺ, ആ കണ്ടീഷനിൽ റേഞ്ച് ബോണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ സെല് ചെയ്തുകൊണ്ട് പ്രീമിയം കളക്ട് ചെയ്യാം. അതുപോലെ ഇപ്പോൾ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അപ്പോൾ ഏതോ ഒരു ഡയറക്ഷനിൽ നീങ്ങും എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്കുണ്ട്, പക്ഷെ എങ്ങോട്ട് നീങ്ങും എന്നുള്ള നിങ്ങൾക്ക് തീർച്ചയില്ല. അപ്പോൾ അത്തരത്തിൽ എടുക്കാനുള്ള സ്ട്രാറ്റജീസ് ഓപ്ഷൻ കോൺട്രാക്ട്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു നല്ല ഇൻവെസ്റ്റർ മാർക്കറ്റിലെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും പണം സമ്പാദിക്കാൻ പഠിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഈ 2 പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെയും കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ മോട്ടീവ്. ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത് ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്താണ് ഇൻഡെക്സുകൾ, എന്താണ് ഇന്ത്യ വിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബൈ.